أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. അള്ളാഹു പറയുന്നു, എൻ്റെ ദാസന്മാർ നിന്നോട് എന്നെപ്പറ്റി ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ സമീപസ്ഥനാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അവൻ എന്നെ വിളിക്കുമ്പോൾ. ആയതിനാൽ സന്മാർഗം പ്രാപിക്കുന്നതിനായി അവരും എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. റമദാൻ ആരംഭിക്കുമ്പോൾ തന്നെ മനസ്സിൽ നമസ്കാരത്തിലേക്ക് ഉടനെ ശ്രദ്ധയുണ്ടാകുന്നു. കാരണം ഇത് അനുഗ്രഹങ്ങളുടെ മാസമാകുന്നു. ഇതിൽ ദുആകൾ സ്വീകരിക്കപ്പെടുന്നു. അതുകൊണ്ട് പൊതുവിൽ ജനങ്ങൾ മസ്ജിദിലേക്കും കൂടുതലായി ശ്രദ്ധ തിരിക്കുന്നു. മസ്ജിദുകളുടെ തിരക്കും കൂടുന്നു. സുബഹി നമസ്കാരമാണെങ്കിലും ഇഷാ നമസ്കാരമാണെങ്കിലും ശരി, റമദാനിൽ ഉണ്ടാകുന്നത് പോലെ സാധാരണ ദിവസങ്ങളിൽ ഫജറിനും മഗ്‌രിബിനും ഇഷാക്കും കൂടുതൽ ആളുകൾ ഉണ്ടാകാറില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജനങ്ങൾക്ക് ചുരുങ്ങിയത് ഈ ദിവസങ്ങളിലെങ്കിലും തങ്ങൾ മസ്ജിദിലേക്ക് പോകണമെന്നും അള്ളാഹുവിനോട് അനുഗ്രഹം തേടണമെന്നുമുള്ള ചിന്ത ഉണ്ടാകുന്നു. അള്ളാഹു പറയുന്നു, ഞാൻ റമദാൻ ദിവസങ്ങളിൽ നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കുകയും ശൈത്താനെ ബന്ധനസ്ഥനാക്കുകയും സ്വർഗീയ കവാടങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് ജനങ്ങൾ റമദാനിൽ മാത്രം ഇബാദത്തുകളിലേക്ക് ശ്രദ്ധയുണ്ടായാൽ മതി എന്ന് ധരിക്കുന്നു. റമദാനിൽ ചെയ്യപ്പെടുന്ന ദുആകളും ഇബാദത്തുകളും മാത്രമാണ് തങ്ങളുടെ പൊറുക്കലിനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നും അവർ കരുതുന്നു. അനഹ്മദി മുസ്ലിം ചാനലുകൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ വിവിധ ചാനലുകൾ ഇതിലും ഈ ഹദീസുകൾ കൂടെ ആവർത്തിക്കുന്നു. വാസ്തവത്തിൽ ഇത് തെറ്റായ ചിന്താഗതിയാണ്. റമദാനിൽ അള്ളാഹു ഇബാദത്തുകളിലേക്ക് കൂടുതലായി ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ റമദാനിൽ മാത്രമായി ഇബാദത്തുകൾ ഒരു പ്രയോജനവും നൽകുന്നതല്ല. മറിച്ച് അള്ളാഹു പറയും, ഇതെല്ലാം നിങ്ങളുടെ ഒരു മാസത്തെ ആരാധനകൾ മാത്രമാണ്. ബാക്കി 11 മാസങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? ചുരുക്കത്തിൽ റമദാനിൽ മാത്രം നമസ്കാരങ്ങൾ നല്ലപോലെ അനുഷ്ഠിക്കുകയും മസ്ജിദുകളെ സജീവമാക്കുകയും ചെയ്താൽ മതിയെന്ന തെറ്റായ ചിന്താഗതികളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ വിശ്വാസത്തിൻ്റെ തേട്ടങ്ങളും പ്രതിഫലം ലഭിക്കുമെന്ന ഉദ്ദേശത്തോടെയും റമദാനിലെ രാത്രികളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നത്, അയാളുടെ മുൻകാല പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് തീർച്ചയായുമുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും തങ്ങളുടെ ഭാവി ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ നന്മകളെ മാറ്റാൻ ശ്രമിക്കുകയും നമസ്കാരങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയും തഹജ്ജുദിലേക്ക് ശ്രദ്ധിക്കുകയും നഫലുകളിലേക്ക് ശ്രദ്ധിക്കുകയുമാണെങ്കിൽ റമദാനിൽ ഇബാദത്തുകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നവരും സ്ഥായിയായി ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നവരും ഈ ഒരു ചിന്താഗതിയോടുകൂടി ആയിരിക്കും പ്രവർത്തിക്കുക. എന്നാൽ ചില ആളുകൾ മനസ്സിലാക്കുന്നത് റമദാനിൽ മാത്രം രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ചാൽ മതി എന്നാണ്. മനുഷ്യൻ അബദ്ധങ്ങളുടെ കേദാരമാണ്. അവനിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നു. എന്നാൽ അള്ളാഹുവും വളരെയധികം കാരുണ്യവാനും കരുണാമയനും
പൊറുക്കുന്നവനുമാകുന്നു. അതുകൊണ്ട് അവൻ നമുക്ക് ഒരു സന്ദർഭം തരികയാണ്. നിങ്ങളിൽ നിന്ന് വർഷത്തിനിടയിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പുതുതായി ശപഥം ചെയ്യുകയും പിന്നെ മേലിൽ അള്ളാഹു നൽകിയ കൽപ്പനകളനുസരിച്ച് അവൻ്റെ ആരാധനകൾ യഥാവിധി നിറവേറ്റുന്നതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും വേണം. ചുരുക്കത്തിൽ ഒരു മുസ്ലിം പ്രത്യേകമായും റമദാനിലെ ഇബാദത്തുകൾ അനുഷ്ഠിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് എന്നും അള്ളാഹു നൽകിയ കൽപ്പന തങ്ങളുടെ ഉള്ളിൽ നേർമാർഗവും സന്മാർഗവും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് എന്നും ഈ നേർമാർഗം ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടാകേണ്ടതല്ലെന്നും മറിച്ച് ഭാവിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണെന്നും ഉള്ള വസ്തുത ഓർക്കേണ്ടതാണ്. അള്ളാഹു പറയുന്നത് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നതിനും തൻ്റെ കാരുണ്യ പ്രകടനത്തിനും വേണ്ടി കൂടെ കൂടെ റമദാനെ കൊണ്ടുവരുന്നു. അങ്ങനെ അബദ്ധങ്ങളിൽ കഴിയുന്ന മനുഷ്യന് വീണ്ടും തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഓർക്കുകയും അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളുടെ കടമകളും ഓർമ്മയിൽ വരികയും പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുക എന്ന് അവൻ നോക്കുകയും അള്ളാഹുവിനുള്ള കടമകൾ നിറവേറ്റാൻ ശ്രമിക്കുകയും വേണം. അള്ളാഹു പറയുന്നു, സഅലക ഇബാദി, എൻ്റെ ദാസൻ ചോദിക്കുമ്പോൾ എന്നതിൽ ദൈവ പ്രേമികളെ സംബന്ധിച്ചാണ് വിവക്ഷിക്കുന്നത്. ഒരു പ്രേമി ഒരിക്കലും തന്നെ വർഷത്തിൽ 11 മാസവും തൻ്റെ സ്നേഹം വെളിപ്പെടുത്താതിരിക്കുകയും കേവലം ഒരു മാസത്തേക്ക് മാത്രമായി വെളിപ്പെടുത്തുന്നതുമല്ല. ആയതിനാൽ അള്ളാഹുവിൻ്റെ പ്രേമി അവൻ്റെ ദാസൻ അള്ളാഹു നൽകിയ കൽപ്പനകൾ സ്ഥായിയായി അനുസരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. 11 മാസങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചുപോയ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിന് സംവിധാനം ഒരുക്കുകയും ചെയ്യണം. സത്യസന്ധനായ പ്രേമി തൻ്റെ പ്രേമഭാജനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നു. ഭൗതികരായ പ്രേമികൾ ഭൗതികമായ പ്രേമത്തിലേർപ്പെടുമ്പോൾ അവർക്കുള്ളിൽ ഒരുപാട് തിന്മകളും ഉണ്ടാകുന്നു. അത് മുഖേന കോട്ടങ്ങളും ഉണ്ടാകുന്നു. ചുരുങ്ങിയ പക്ഷം ചില സമയത്ത് പ്രയോജനങ്ങൾ ലഭിക്കുന്ന പോലുമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രേമികൾക്ക് നേട്ടമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. എല്ലാ നിലയ്ക്കും നേട്ടങ്ങൾ മാത്രമാണുള്ളത്. കാരണം അവൻ സർവ്വ നന്മകളുടെയും സ്രോതസ്സാകുന്നു. എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നവനും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകുന്നവനുമാകുന്നു. അവൻ പറയുന്നു, എന്നോട് ചോദിക്കുവിൻ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. സത്യസന്ധനായ പ്രേമി അള്ളാഹുവിനോട് അവൻ്റെ സാമീപ്യം തേടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടാൻ ശ്രമിക്കണം. നമ്മുടെ ഇബാദത്തുകളിൽ, റമദാനിലെ ഇബാദത്തുകളിൽ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ദുആകളാകരുത്. മറിച്ച് നമ്മുടെ പ്രേമഭാജനത്തിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും ദുആ ചെയ്യണം. അള്ളാഹുവിനോട് നമുക്ക് അവൻ്റെ സാമീപ്യം നൽകണമേ എന്നും നമുക്ക് സ്വീകൃതയോഗ്യമായ ദുആകൾ ചെയ്യാൻ കഴിയണമേ എന്നും നമുക്ക് അവൻ്റെ കൂടിക്കാഴ്ച ലഭിക്കണമേ എന്നും നോമ്പുകൾ സ്വീകരിക്കപ്പെടണമേ എന്നും ദുആ ചെയ്യുക. അങ്ങനെയായാൽ ഈ റമദാന് ശേഷം ഒരു തിന്മയും ഉണ്ടാകുന്നതല്ല. മാത്രമല്ല നന്മകൾക്ക് അവസരം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹു കൂടെ കൂടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള അള്ളാഹുവിനോടുള്ള കടമകളും അവൻ്റെ അടിയാറുകളോടുള്ള കടമകളും നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ 700 കൽപ്പനകൾ ഉണ്ടെന്ന് പറയുന്നു. റമദാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യത്തിലേക്കും സവിശേഷമായി ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മളത് പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ഈ കൽപ്പനകളെ സംബന്ധിച്ച് അന്വേഷിക്കണം. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് 700-ൽ അധികം കൽപ്പനകളുണ്ട് എന്നും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ കൽപ്പനകളെ അന്വേഷിക്കുകയാണെങ്കിൽ, നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, അങ്ങനെ തൻ്റെ പ്രേമഭാജനം പറഞ്ഞ കാര്യങ്ങളെ അനുസരിക്കുന്നതിന് കഴിവതും പരിശ്രമിക്കുക തന്നെയാണ് സത്യസന്ധനായ ഒരു പ്രേമിയുടെ കർത്തവ്യവും. കാരണം അള്ളാഹു പറയുന്നു, എൻ്റെ ദാസന്മാരോട് പറയുക, എന്നിൽ വിശ്വസിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്മാർഗം സിദ്ധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നതുപോലെ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സത്യസന്ധമായി അനുസരിക്കുക എന്നത് തന്നെയാണ് പരിപക്വമായ വിശ്വാസം. പിന്നെ വിശ്വാസവും സൽക്കർമ്മവും ഒന്നിച്ചു നീങ്ങേണ്ടതാണ് എന്നതും അള്ളാഹുവിൻ്റെ കൽപ്പനയാകുന്നു. അതുകൊണ്ട് ഈ ആയത്തിലും പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവർ ലബ്ബൈക്ക് അഥവാ മറുപടി നൽകണം. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും
നന്മകൾ നിലനിർത്തുകയുമാണ്. ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുകയാണെങ്കിൽ പിന്നെ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ സുഹൃത്തായി തീരുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു വലിയുല്ലദീന ആമനു, അതായത് അള്ളാഹു വിശ്വാസികളുടെ സുഹൃത്തായി തീരുന്നു. അള്ളാഹുവിന്റെ സൗഹൃദവും വിശ്വാസവും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരുന്നതാണ്. പിന്നെ ഈ സാമീപ്യം നൽകിക്കൊണ്ടേയിരിക്കും, അതിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ സാമീപ്യം ഏതെങ്കിലും ഒരു തലത്തിലെത്തി നിലച്ചു പോകുന്നതല്ല, അവൻ ദുആകളും കേൾക്കുന്നതാണ്. റമദാനിൽ ഈ സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മളൊരു കാര്യം ഓർക്കുക, ഇതിനുശേഷം ഈ സ്ഥാനത്ത് നിന്ന് നമ്മൾ പിന്നോട്ട് മാറുകയാണെങ്കിൽ റമദാനിൽ ചെയ്തു വന്നതുപോലെ അവന്റെ ഇബാദത്തുകൾ യഥാവിധി അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സുഹൃത്തായി തീരുക? പിന്നെ അള്ളാഹുവിന്റെ വലിയാകാൻ സാധ്യമല്ല. അള്ളാഹുവും ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ദുആകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയും നിബന്ധനകളുണ്ട്. അള്ളാഹു ആദ്യം പറഞ്ഞത് നിങ്ങൾ അവന്റെ ദാസന്മാർ ആയിത്തീരണമെന്നതാണ്. പൂർണ്ണമായും അവൻ്റെതായി തീരണം. ആത്മാർത്ഥമായി ഇബാദത്തുകൾ ചെയ്യണം. അവനെ എല്ലാ കഴിവുകളുടെയും സ്രോതസ്സായി മനസ്സിലാക്കണം. ഭൗതികമായ ഒന്നിനെയും ദൈവമാക്കരുത്. ഒരു കള്ളദൈവത്തെയും സൃഷ്ടിക്കുകയും അരുത്. നിസ്സാരന്മാരുടെ തങ്ങളുടെ ലക്ഷ്യസാധ്യത്തിന് വേണ്ടി ബോധമില്ലാതെ തങ്ങളുടെ ദൈവമാക്കി വെക്കരുത്. ഇത് പിന്നെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ്. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ സെക്യൂരിറ്റിയിൽപ്പെട്ട ജർമ്മനിയിലെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഞങ്ങളുടെ ഓഫീസർമാരെ സന്തോഷിപ്പിക്കേണ്ടത് എന്നവർ ചോദിക്കുകയുണ്ടായി. അവർക്ക് ഞാൻ മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു താൻ തന്നെ നിങ്ങളുടെ ഓഫീസർമാരുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുന്നതാണ്. അവൻ നിങ്ങൾക്ക് കൂടുതൽ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളോട് കാരുണ്യത്തോടെയും വാത്സല്യത്തോടെയും പെരുമാറുന്നതുമാണ്. പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിനോട് അവൻ്റെ കാരുണ്യവും വാത്സല്യവും ചോദിക്കുക എന്നതാണ്. അവൻ്റെ കൽപ്പനകളനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഹദരത്ത് ചൗധരി ജഫറുല്ലാ ഖാൻ സാഹിബിൻ്റെ ഉദാഹരണം നൽകാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ രാജ്ഞിയുടെ സദസ്സിൽ വളരെ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. കൂടെ തൻ്റെ വാച്ച് നോക്കാൻ തുടങ്ങി. ഓഫീസർമാർ ചോദിച്ചു, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഇബാദത്തിൻ്റെ സമയം ആയിരിക്കുന്നു. ഇബാദത്തിൻ്റെ സമയം സമീപസ്ഥമായി കൊണ്ടിരിക്കുകയാണ്. ഇത് ദൈവികമായ കൽപ്പനയാണ്. അത് ചെയ്യാൻ ഞാൻ നിർബന്ധിതനാണ്. അതുകൊണ്ടാണ് എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. സമയം കടന്നു പോവുകയും അത് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ അദ്ദേഹത്തിന് സംവിധാനം ചെയ്തു കൊടുത്തു. ഇതാണ് ധൈര്യം, ഇതാണ് വിശ്വാസ സ്ഥൈര്യം ഓരോ അഹമ്മദിക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ഉദാഹരണങ്ങൾ നൽകുന്നു. ഈ മാതൃക നാം അവലംബിക്കേണ്ടതുമാണ്. പിന്നെ നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിരവധി ഹദീസുകളുണ്ട്. ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം അത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ കടമ നിറവേറ്റി കാണിച്ചു തന്നു. നന്മയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. ബയ്യത്ത് നിബന്ധനകളിൽ അധികവും അള്ളാഹുവിനോടും അവൻ്റെ അടിയാറുകളോടുമുള്ള കടമകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. ആയതിനാൽ ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ സുഹൃത്തായി മാറുന്നതാണ്, നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അക്ഷമ കാണിക്കാത്തവരുടെ ദുആകൾ അള്ളാഹു സ്വീകരിക്കുന്നു. താൻ ഒരുപാട് ദുആ ചെയ്തെങ്കിലും അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്ന് അവർ പറയുന്നതല്ല. ഇത് കുഫറാണ്, ഈമാനിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ്. ഒരു വിശ്വാസി എപ്പോഴും ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് അനിവാര്യവുമാണ്. തങ്ങൾ ഒരുപാട് ദുആ ചെയ്തു എന്ന് ചില ആളുകൾ എനിക്കും എഴുതാറുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടുന്നതിന് വേണ്ടി ദുആകൾ ചെയ്യുന്നില്ല. അവർ തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. അതും ഭൗതികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോഴാണ് ചെയ്യുന്നത്. ഭൗതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മാത്രം അവൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവനും അത്തരം കാര്യങ്ങൾ എന്തിനു ശ്രമിക്കണം? പൊതുവായ അവസ്ഥയിലും സൗഹൃദം നിലനിർത്തുമ്പോഴും അവൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോഴുമാണ് സുഹൃത്ത് തൻ്റെ സൗഹൃദത്തിൻ്റെ കടമ നിറവേറ്റുന്നത്. അപ്പോഴാണ് അവൻ നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുകയുള്ളൂ.
ആയതിനാൽ എപ്പോഴും ഈ ഒരു കാര്യം ഓർമ്മിക്കുക. കേവലം നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മുടെ ദുആകളും സ്വീകരിക്കപ്പെടുന്നതാണ്. അവൻ കേൾക്കുകയും അതിന് മറുപടി നൽകുകയും ചെയ്യും. കാരണം താൻ ദാസന്മാർക്ക് മറുപടി നൽകുന്നു എന്ന് അള്ളാഹു താൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഇത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള കാര്യമാണ്. ചില സമയത്ത് സുഹൃത്ത് പറയുന്നത് അംഗീകരിക്കുന്നു, മറ്റു ചിലപ്പോൾ തൻ്റെ കാര്യങ്ങൾ സുഹൃത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നു. അതുപോലെ അള്ളാഹുവും ചെയ്യുന്നു. എന്നാൽ ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു വിശ്വാസിയുടെ ദുആ അള്ളാഹു നിരാകരിക്കുന്നു. ഇതും അവൻ്റെ പ്രയോജനത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യാറുള്ളത്. ഈ സാരാംശമാണ് ഈ കാര്യങ്ങളിലൂടെ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നത്. കാരണം ഞാൻ ദുആ ചെയ്തു എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ദുആ കേവലം ഭൗതികമായ ലക്ഷ്യത്തിനു വേണ്ടിയായിരുന്നു. ദീനീപരമായ ആവശ്യങ്ങൾക്ക്, അതിൽ പുരോഗതിക്ക് വേണ്ടി, അതിൽ നന്മയ്ക്ക് വേണ്ടി, ദൈവികമായ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഒരു ദുആയും ചെയ്തില്ല. ഇനി മറ്റൊരു വിശ്വാസിയുണ്ട്, അയാളുടെയും ചില സമയത്ത് ദുആകൾ സ്വീകരിക്കപ്പെടുന്നില്ല. ആ മഹാത്മാവ് പറയുന്നു, ഇത് സൗഹൃദത്തിന്റെ കാര്യമാണ്. ചില സമയത്ത് അംഗീകരിക്കുന്നു, ചില സമയത്ത് അംഗീകരിപ്പിക്കുന്നു. ഇതും അള്ളാഹു തൻ്റെ സുഹൃത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അവൻ അംഗീകരിക്കാത്ത കാര്യങ്ങൾക്ക് പകരമായി അവന് മറ്റു വിധത്തിൽ പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ആ മഹാത്മാവ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു, എൻ്റെ ദാസൻ എന്നെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ, അതായത് ദൈവികമായ അസ്തിത്വത്തിനുള്ള തെളിവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഇതാണ്: ഞാൻ വളരെ സമീപസ്ഥനാകുന്നു. എൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിന് വലിയ തെളിവുകളൊന്നും ആവശ്യമില്ല. ഏറ്റവും സമീപസ്ഥമായ മാർഗത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വളരെ എളുപ്പത്തിൽ എൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവ് ലഭിക്കുന്നതാണ്. പറയുന്നു, ആ തെളിവ് എന്തെന്നാൽ, ആരെങ്കിലും ദുആ ചെയ്യുകയാണെങ്കിൽ, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. എൻ്റെ ഇൽഹാം മുഖേന അതിൻ്റെ സ്വീകാര്യത്തെക്കുറിച്ച് സുവാർത്ത നൽകുന്നു. അത് മുഖേന എൻ്റെ അസ്തിത്വത്തിൽ വിശ്വാസം, ഉറച്ച വിശ്വാസം മാത്രമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഞാൻ സർവശക്തൻ ആണെന്ന കാര്യത്തിലും അവന് ബോധ്യം ലഭ്യമാകുന്നു. അള്ളാഹു കേൾക്കുമ്പോൾ മറുപടിയും നൽകുന്നതാണ്. നമ്മുടെ റിവ്യൂ ഓഫ് റിലീജിയൻസിൻ്റെ ആളുകൾ വർഷങ്ങളായി ഗോഡ് സമ്മിറ്റ് നടത്തി വരുന്നു. പല സന്ദർഭങ്ങളിലും നടത്തിയിട്ടുണ്ട്. ഈ വർഷം അവർ പറഞ്ഞു, ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവരുടെ ദുആകൾ കേട്ടതെന്നും എങ്ങനെയാണ് അവരുടെ ദുആകൾ സ്വീകരിച്ചതിനെ പറ്റിയും തങ്ങളുടെ ദുആ സ്വീകാര്യതയെക്കുറിച്ചുള്ള കാര്യങ്ങളും സംഭവങ്ങളും കേൾപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. അള്ളാഹു പറയുന്നു, ഞാൻ അവരുടെ അർത്ഥന കേൾക്കുന്നതിന് ഈ ആളുകൾ തങ്ങളുടെ തഖ്വയുടെ അവസ്ഥയും ദൈവാവബോധവും ഉണ്ടാക്കേണ്ടതാണ്. ആ മഹാത്മാവ് തുടരുന്നു, തഖ്വയുടെ അവസ്ഥയും ദൈവാഭിമുഖ്യവും ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ കേൾക്കാമെന്നാണ് അള്ളാഹു പറയുന്നത്. ഈ ദൈവാഭിമുഖ്യവും തഖ്വയുടെ അവസ്ഥയും അള്ളാഹുവിന് തങ്ങളുടെ അർത്ഥനകൾ കേൾപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. തുടർന്ന് ആയത്തിലുള്ള എന്നിൽ വിശ്വസിക്കേണ്ടതാണ് എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ആ മഹാത്മാവ് പറയുന്നു, പരിപക്വമായ ദൈവിക ജ്ഞാനം ലഭ്യമാകുന്നതിന് ആദ്യം അള്ളാഹുവിൻ്റെ അസ്തിത്വമുണ്ടെന്നും അവൻ എല്ലാ കഴിവുകളും ഉള്ളവനാണെന്നും വിശ്വസിക്കേണ്ടതാണ്. കാരണം വിശ്വസിക്കുന്നവർക്കാണ് ദൈവജ്ഞാനം ലഭ്യമാകുന്നത്. അള്ളാഹു ഈ ആയത്തിൽ തുടർന്ന് പറയുന്നു, വൽ യസ്തജീബൂ ലീ വൽ യുഅ്മിനൂ ബി, അതായത് എൻ്റെ ദാസന്മാരായ ആളുകൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. തൻ്റെ ദാസന്മാരോട് അള്ളാഹു പറയുന്നു, യഥാർത്ഥ വിശ്വാസികളാണ് യഥാർത്ഥ ദാസന്മാർ. ചില സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുർബലമായ അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സമീപത്ത് പോയി വിശ്വാസത്തെ സുദൃഢമാക്കേണ്ടതാണ്. കാരണം അള്ളാഹു തന്നെയാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ. അങ്ങനെ അവനിലുള്ള വിശ്വാസവും വർദ്ധിക്കുന്നതാണ്. തൻ്റെ ദാസൻ സമീപസ്ഥനാകാൻ പരിശ്രമിക്കുന്നുണ്ട് എന്ന് അവൻ കാണുമ്പോൾ ദാസന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതുമാണ്. തുടർന്ന് പറയുന്നു, അവർക്ക് ദിവ്യജ്ഞാനം നൽകപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹു അവരുടെ ദുആകൾ സ്വീകരിക്കുകയും
അള്ളാഹുവിനെ അവർ ശരിയായി മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലെത്തുന്നതുമാണ്. അങ്ങനെ ഇനി ആരുടെയെങ്കിലും ദുആ സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിന് തൃപ്തി ലഭ്യമാകുന്നു. അള്ളാഹു സ്വീകരിച്ചില്ല എന്ന് അവന് ചിന്ത പോലും ഉണ്ടാകുന്നതല്ല. അള്ളാഹു മറ്റേതെങ്കിലും രീതിയിൽ തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്ന് അവന് ഉത്തമ ബോധ്യമുണ്ടാകുന്നു. ആ മഹാത്മാവ് തുടർന്ന് പറയുന്നു, ദൈവാഭിമുഖ്യവും വേണ്ടതാണ്. അള്ളാഹുവിനുള്ള കടമകളും ചെയ്തു തീർക്കണം. അള്ളാഹുവിന്റെ ദാസന്മാരുള്ള കടമകളും നിർവഹിക്കേണ്ടതാണ്. ഇതാണ് ദൈവാഭിമുഖ്യം. പിന്നെ അള്ളാഹു പറയുന്നു, ഞാൻ നിങ്ങളുടെ ദുആകൾ സ്വീകരിക്കുന്നതാണ്. പിന്നെ വിശ്വാസത്തിലും ദൃഢബോധ്യത്തിലും പുരോഗതി നൽകിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഒരു ദിവ്യജ്ഞാനം ഉണ്ടാകുന്നതാണ്. പിന്നെ പ്രസ്തുത ദിവ്യജ്ഞാനത്തിൽ അഭിവൃദ്ധിയും നൽകുന്നതാണ്. പിന്നെ പരിപക്വമായ ദിവ്യജ്ഞാനം ഉണ്ടായി തുടങ്ങുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യുഅ്മിനൂന ബിൽ ഗൈബ്, അതായത് അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇതിന്റെ വളരെ സൂക്ഷ്മമായ വിശദീകരണം നൽകിക്കൊണ്ട് ആ മഹാത്മാവ് ഒരിടത്ത് പറയുന്നു, ഗൈബ് എന്നതും അള്ളാഹുവിന്റെ നാമമാണ്. ഓരോ ദുആക്ക് മുമ്പും അള്ളാഹു ഉണ്ടെന്നും അവൻ അനന്തമായ ഗുണവിശേഷങ്ങൾ ഉള്ളവനാണെന്നും അവൻ എല്ലാ കഴിവുകളും ശക്തികളും ഉള്ളവനാണെന്നും ബോധ്യം വേണം. ഈ ഉത്തമ ബോധ്യത്തോടു കൂടിയാണെങ്കിൽ അവനോട് ദുആകൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശരിയായ തിരിച്ചറിവ് ലഭ്യമാകുന്നതാണ്, ദിവ്യജ്ഞാനം ലഭ്യമാകുന്നതാണ്, ദുആ സ്വീകാര്യതയുടെ അടയാളങ്ങൾ കാണുന്നതാണ്. ചില ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത് കാണുന്നു, ചില സംഭവങ്ങളും കേൾപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതുപോലെ ഗോഡ് സമ്മിറ്റിലും ചില ആളുകളും അത് വിവരിച്ചിട്ടുണ്ട്. അത് മുഖേന അവരുടെ വിശ്വാസം വർദ്ധിക്കുന്നു. അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന അധര വ്യായാമം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ തങ്ങൾക്ക് ഉത്തമ ബോധ്യവും വിശ്വാസവും ഉണ്ടാകുന്നു. പക്ഷേ പലരും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. നമസ്കാരങ്ങൾ വർഷത്തിൽ റമദാനിൽ മാത്രമായി അനുഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് മസ്ജിദുകളിൽ അതാണ് കാണുന്നത്. ഈ മസ്ജിദുകൾ എപ്പോഴും സജീവമായിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികൾ നമസ്കാരത്തിലേക്ക് വളരെയേറെ ശ്രദ്ധയുള്ളവരാണ്. പക്ഷേ ഇപ്പോഴും ദൗർബല്യങ്ങളുള്ള അവസ്ഥകളിലെല്ലാം തങ്ങളുടെ ദൗർബല്യങ്ങളിലേക്ക് ശ്രദ്ധ വേണ്ടതാണ്. നമ്മുടെ ഈ റമദാനെ ഇബാദത്തുകളുടെ നിലവാരം ഉയർത്തുന്നതാക്കി തീർക്കണം. ആ ദൈവ സാമീപ്യം കരസ്ഥമാക്കുന്നതാക്കി മാറ്റണം. അങ്ങനെ അള്ളാഹുവിന്റെ ആത്മാർത്ഥരായ അടിയാളുകളായി മാറണം. അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായി മാറണം. തൽഫലമായി അവൻ നമ്മുടെ ദുആകൾ സ്വീകരിക്കുന്നതാണ്. ആയതുകൊണ്ട് ഈ റമദാനിൽ നമ്മുടെ ഇബാദത്തുകളെ നമ്മൾ സജീവമാക്കുന്നതാണ് എന്ന് ശപഥം ചെയ്യുക. പിന്നെ അള്ളാഹു നമുക്ക് ഈ ശപഥത്തെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നും ദുആ ചെയ്തുകൊണ്ടിരിക്കുക. തുടർന്ന് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നല്ലപോലെ പരിശ്രമിച്ചുകൊണ്ട് തങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശ്രമിക്കുകയും വേണം. ഈ പരിശ്രമം ഉണ്ടാവുകയും അതിനുവേണ്ടി തങ്ങളുടെ എല്ലാ കഴിവുകളും എല്ലാ ശക്തികളും ഉപയോഗപ്പെടുത്തി ഇതിലേക്ക് തിരിയുകയുമാണെങ്കിൽ അള്ളാഹുവിൻ്റെ വളരെ സാമീപ്യവും ലഭ്യമാകുന്നതാണ്. അള്ളാഹു സുഹൃത്തായി തീരുന്നതാണ്. അവൻ പറഞ്ഞതുപോലെ അവൻ്റെ കാര്യങ്ങൾ അംഗീകരിക്കുന്നവരുടെ അവൻ സുഹൃത്തായി മാറുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദ്രത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിൽ ആർക്കു വേണ്ടിയാണോ ദുആയുടെ കവാടം തുറക്കപ്പെടുന്നത് അവനു വേണ്ടി അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതലായി അവനോട് സൗഖ്യം ചോദിക്കുന്നത് അവന് ഇഷ്ടമുള്ള സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വന്നിരിക്കുന്ന പരീക്ഷണങ്ങൾക്കും വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾക്കുമെതിരിൽ ദുആ വളരെ പ്രയോജനം നൽകുന്നതാണ്. അല്ലയോ അള്ളാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ ദുആ ചെയ്യുന്നത് നിർബന്ധമാക്കുക. റമദാനിലെ ദിവസങ്ങളിൽ മാത്രമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്നില്ല, വിവിധ സന്ദർഭങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, നിങ്ങൾ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മാത്രം ദുആ ചെയ്താൽ പോരാ, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇപ്പോൾ പ്രയാസങ്ങളില്ലെങ്കിലും പ്രയാസങ്ങൾ എപ്പോഴും വരാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ഉപകരിക്കുന്നതാണ്.
അതുകൊണ്ട് നിങ്ങൾ സ്ഥായിയായി ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ അഭയത്തിൽ ആകുന്നതിന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. വന്ന് ഭവിക്കാനുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലും ഭാഗവാക്കാകുമാറാകട്ടെ. മേലിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നുവെങ്കിൽ അള്ളാഹുവിന് മാത്രമേ അതേപ്പറ്റി അറിയുകയുള്ളൂ. അള്ളാഹു ആ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും പ്രയോജനം മാത്രം നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. ഈ ഒരു അവസ്ഥ സംജാതമാവുകയാണെങ്കിൽ മനുഷ്യൻ യഥാർത്ഥ വിശ്വാസി എന്ന് പറയപ്പെടുന്നതാണ്. അവനെ അള്ളാഹു വിശ്വാസിയുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. ദുആകളിൽ നന്മയുടെ മാർഗങ്ങളെ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുൻകാല പരീക്ഷണങ്ങളിൽ നിന്നും സുരക്ഷിതരാകുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുന്നതാണ്. മേലിലും പ്രയാസങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കും. ചുരുക്കത്തിൽ ഈ അനുഗ്രഹ കവാടങ്ങൾ തുറക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സ്ഥായിയായ ജീവിതത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കേണ്ടതായി വരും. അതായത് അള്ളാഹുവുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതാണ്. നമ്മൾ സന്തോഷത്തിലും സന്താപത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും എല്ലാ സമയത്തും അള്ളാഹുവിന് അനുഗ്രഹങ്ങളെ തേടുന്നവരായി തീരണം. ഹസ്രത്ത് അബൂ ഹുറൈറ ഒരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ റബ്ബ് എല്ലാ രാത്രിയും ഏറ്റവും സമീപമുള്ള ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഈ രാത്രിയുടെ മൂന്നാമത്തെ യാമം ബാക്കിയാകുമ്പോൾ അള്ളാഹു പറയുന്നു, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന് ഞാൻ ഉത്തരം നൽകുന്നതാണ്, എന്നോട് ചോദിക്കുന്നവന് ഞാൻ നൽകുന്നതാണ്, എന്നോട് പാപപ്പൊറുതി തേടുന്നവന് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. ഇത് റമദാനുമായി മാത്രം ബന്ധിതമല്ല. ഇവിടെ പൊതുവായ അവസ്ഥയെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു ദാസൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എപ്പോൾ ചോദിച്ചാലും ഞാൻ അവന് നൽകുകയും അവന്റെ കാര്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നു. റമദാനിൽ അള്ളാഹു ഇബാദത്തുകളിലേക്ക് ശ്രദ്ധയുണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ട് റമദാനിൽ നിങ്ങൾ ഇക്കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നന്മകളുടെ ഒരു സ്വഭാവം ഉണ്ടാകുന്നതാണ്. ഒരു മാസം അത് ശീലമായാൽ പിന്നെ അതിന് ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതുമാണ്. ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പ്രയാസഘട്ടങ്ങളിൽ തന്റെ ദുആ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രയാസരഹിതമായ സുഭിക്ഷാവസ്ഥയിലും വളരെയേറെ ദുആ ചെയ്യേണ്ടതാണ്. ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇക്കാര്യം നേരത്തെ പറഞ്ഞതാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും വളരെ അനിവാര്യമാകുന്നു. അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം എല്ലാ സമയത്തും ഉണ്ടാകണം. പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ദുഃഖങ്ങളിലും മാത്രം അള്ളാഹുവിലേക്ക് തിരിയുകയും കരയുകയും ചെയ്താൽ മാത്രം പോരാ. ഞാൻ പറഞ്ഞു വന്നതുപോലെ സ്ഥായിയായ സ്വഭാവത്തോടൊപ്പം അവന്റെ സവിധത്തിൽ മറ്റ് സാധാരണ ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസിലും ഇത് തന്നെയാണ് പറയുന്നത്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുള്ള സമയത്ത് മാത്രം, ആവശ്യമുള്ള സമയത്ത് മാത്രം അള്ളാഹുവിനെ വിളിച്ചാൽ പോരാ, മറിച്ച് എല്ലാ സമയത്തും അവനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മറ്റൊരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നു, ഞാൻ ദാസനോട് അവന്റെ ചിന്ത അനുസരിച്ചാണ് പെരുമാറുന്നത്. അവൻ എന്നെ ഓർക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ തന്നെയുണ്ട്. അവൻ അവന്റെ മനസ്സിൽ എന്നെ ഓർക്കുമ്പോൾ ഞാനും അവനെ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. അവൻ എന്നെപ്പറ്റി ഏതെങ്കിലും സദസ്സിൽ പറയുമ്പോൾ ഞാൻ അതിനേക്കാളും നല്ല സദസ്സിൽ അവനെ സ്മരിക്കുന്നു. അവൻ എൻ്റെ അടുത്തേക്ക് ഒരു ചാണെടുക്കുകയാണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് ഒരു മുഴം അടുക്കുന്നു. അവൻ എന്നിലേക്ക് ഒരു മുഴം അടുക്കുമ്പോൾ ഞാൻ അവനിലേക്ക് 2 മുഴം അടുക്കുന്നു. അവൻ എന്നിലേക്ക് നടന്നു വരുമ്പോൾ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുന്നു. ചുരുക്കത്തിൽ ഓരോ അഹമ്മദിയും അള്ളാഹുവിന്റെ സ്മരണയെ തങ്ങളുടെ അധരങ്ങളിൽ സജീവമാക്കേണ്ടതാണ്. നമ്മുടെ എല്ലാ ഓരോ കർമ്മവും പ്രവൃത്തിയും അള്ളാഹുലേക്ക് മുന്നേറുന്നതായി തീരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഓരോ ചുവടും അള്ളാഹുവിന്റെ അടുത്തേക്കാകേണ്ടതാണ്. അങ്ങനെ അള്ളാഹു നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതുമാണ്. നമ്മെ അവന്റെ സ്നേഹത്തിന്റെ പുതപ്പിൽ വാരിപ്പുണരുന്നതും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുന്നതുമാണ്. പ്രയാസത്തിലും എളുപ്പത്തിലും ഞെരുക്കത്തിലും സുഭിക്ഷതയിലും എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന്റെ ദാസനായിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഒരു നിവേദനത്തിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദ്റത്ത് യൂനുസ് മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ഇങ്ങനെ ദുആ ചെയ്തു,
ലാ ഇലാഹ ഇല്ലാ അൻത ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരു മുസ്ലിം പ്രയാസഘട്ടങ്ങളിൽ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. കൂടെ കൂടെ ദുആകളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മുടെ മേലുള്ള ഒരു വലിയ കാരുണ്യമാണ്. മനുഷ്യരിൽ നിന്ന് തെറ്റുകളും കുറവുകളും വന്നു പോകുന്നു. ചില സമയത്ത് അള്ളാഹുവിനോടുള്ള കടമകൾ നിർവഹിക്കപ്പെടുന്നില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹു തന്റെ ദാസനോട് കരുണയുള്ളവനാകുന്നു. അള്ളാഹു തന്റെ ദുആകൾ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. എന്തിനാണ് ഈ ദുആകൾ പഠിപ്പിച്ചത്? അള്ളാഹു എന്തിനാണ് നബിമാരെ പറ്റി പരാമർശിക്കുമ്പോൾ ഈ ദുആകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്? അള്ളാഹു ഒരിക്കൽ സ്വീകരിച്ച ദുആകൾ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് പഠിപ്പിച്ചത്. അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യം അവനുള്ള കടമകൾ പൂർത്തിയാക്കേണ്ടതാണ്. ഫൽ യസ്തജീബൂലി എന്ന് ദൈവിക കൽപ്പനയുണ്ട്. അതായത് എൻ്റെ വിളിക്ക് ഉത്തരം നൽകുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും തങ്ങളുടെ വിശ്വാസത്തെ പുതുപുത്തനായി നിലനിർത്തുകയും വേണം. ആയതിനാൽ നമുക്ക് നമ്മുടെ അവസ്ഥകളെ സംബന്ധിച്ച് നമ്മൾ എത്രമാത്രം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സ്വയം വിലയിരുത്തേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഓതിയ യൂനുസ് നബിയുടെ ദുആയെ വിശദീകരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം പറയുന്നു, ഇതിൽ നിന്ന് ഒരു പാഠം ലഭിക്കുന്നുണ്ട്. അതായത് അള്ളാഹു വിധികളെ മാറ്റുന്നതാണ്. ഈ സംഭവത്തിൽ ഉള്ളതുപോലെ കരഞ്ഞു വിലപിക്കുകയും സദക്കകൾ കൊടുക്കുകയുമാണെങ്കിൽ, കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ടതാണെങ്കിലും അവനത് ഒഴിവാക്കുന്നതാണ്. കുറ്റം ആരോപിക്കപ്പെടുകയും ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തതാണെങ്കിൽ പോലും ദുആ അതിനെ ഇല്ലാതാക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, അള്ളാഹു എല്ലാ കാര്യങ്ങളും വിധി എഴുതി കഴിഞ്ഞിരിക്കെ, അള്ളാഹുവിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കെ പിന്നെ നമ്മൾ ദുആ ചെയ്യേണ്ട ആവശ്യം എന്താണ്? നമ്മൾ നന്മ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ മഹാത്മാവ് പറയുന്നു, അള്ളാഹു നമുക്ക് ഈ ദുആ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ കരഞ്ഞു വിലപിക്കുകയും നിങ്ങൾ അള്ളാഹുവുമായി നല്ല ബന്ധമുണ്ടാക്കുകയും നന്മകളിൽ മുഴുകുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും അള്ളാഹുവിൻ്റെ സവിധത്തിൽ വീഴുകയും കരയുകയുമാണെങ്കിൽ, യൂനുസ് നബിയുടെ സംഭവം വിവരിച്ചുകൊണ്ട് അള്ളാഹു താൻ തന്നെ തീരുമാനിച്ച വിധികളെ മാറ്റുന്നതാണെന്ന് പറയുന്നു. ആ മഹാത്മാവ് പറയുന്നു, ആപത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പേ ദുആ ചെയ്യുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും സദക്കകൾ നൽകുകയുമാണെങ്കിൽ അള്ളാഹു അവർക്ക് മേൽ കരുണ ചൊരിയുകയും ദൈവിക ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുമെന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതുതന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആപത്തുകൾ വന്നിട്ടുണ്ടെങ്കിലും ശരി, അള്ളാഹു ഒരുപാട് കാരുണ്യവാനാകുന്നു. അവൻ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ദുആകൾ യഥാർത്ഥത്തിൽ സത്യഹൃദയത്തോടെ ചെയ്യുന്ന ദുആകളായിരിക്കണം. നിങ്ങളുടേത് സത്യസന്ധമായ ഇസ്തിഗ്ഫാർ ആയിരിക്കണം. പറയുന്നു, ഞാനാണ് ഇത് പറയുന്നതെങ്കിലും പക്ഷെ അള്ളാഹുവാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ സ്വയമായും നിങ്ങളുടെ സുഹൃത്തുക്കളോടും ദുആ ചെയ്യാൻ വേണ്ടി പറയുക. ഇസ്തിഗ്ഫാർ ദൈവിക ശിക്ഷയെയും ശക്തമായ ആപത്തുകളെയും അകറ്റുന്നതിന് നിദാനമായി തീരുന്നു. ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു പരിചയമാണ്. അതായത് ഇത് നിങ്ങൾക്കുള്ള പരിചയമാകുന്നു. ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ രക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ ദുആകളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിനും പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മഹാത്മാവ് പറയുന്നു, ഇസ്തിഗ്ഫാർ ഒരു പരിചയമാകുന്നു. അദ്ദേഹം തുടരുന്നു, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, മാ കാന ലഹും മുഅസ്സിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അള്ളാഹു താൻ തന്നെ പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവൻ നിങ്ങളെ എന്തിനു ശിക്ഷിക്കണം? ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അള്ളാഹു ശിക്ഷിക്കാറില്ല. പക്ഷേ യഥാർത്ഥ ഇസ്തിഗ്ഫാർ അഥവാ പാപപ്രതിക്കുള്ള തേട്ടമായിരിക്കണം. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ ദൈവശിക്ഷകളിൽ നിന്ന് സുരക്ഷിതരാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ചുരുക്കത്തിൽ അള്ളാഹുവും ഇത് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാം ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക.
ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു ഒരുപാട് ലജ്ജയുള്ളവനാണ്, ഏറെ അന്തസ്സുള്ളവനും ഒരുപാട് ധർമ്മിഷ്ഠനുമാണ്. ദാസൻ അവന്റെ സവിധത്തിൽ കൈ ഉയർത്തുമ്പോൾ അവന് വെറും കൈയോടെ തിരിച്ചയക്കുന്നതിൽ അവൻ ലജ്ജിക്കുന്നു. അതായത് സത്യഹൃദയത്തോടെ ചെയ്യപ്പെടുന്ന ദുആകൾ അവൻ തിരസ്കരിക്കാറില്ല, മറിച്ച് അവ സ്വീകരിക്കുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിനോട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുക. നാം സത്യഹൃദയത്തോടെ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കണം. കഴിഞ്ഞകാല തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അവനോട് മാപ്പ് യാചിച്ചു കൊണ്ടിരിക്കണം. മേലിൽ നന്മകളിൽ സ്ഥിരതയുണ്ടാകുന്നതിന് അവനോട് തൗഫീക്ക് ചോദിച്ചു കൊണ്ടിരിക്കണം. പിന്നെ അതിൽ നിലനിൽക്കാൻ ശ്രമിക്കുകയും വേണം. റമദാനിലും അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. റമദാന് ശേഷവും അതിനുവേണ്ടി പരിശ്രമിക്കുക. പിന്നെ അള്ളാഹു എങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് ഓടി വരുന്നതെന്നും അവൻ നമ്മെ എങ്ങനെയാണ് തൻ്റെ മടിത്തട്ടിലേക്ക് എടുക്കുന്നതെന്നും കാണുക. പറയുന്നു, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിൽ നല്ല മനുഷ്യനെയും മോശം മനുഷ്യനെയും വ്യതിരിക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ വ്യത്യസ്ത സ്ഥലങ്ങളെ, സങ്കേതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ പ്രകൃതി നിയമത്തിലും ഈ രണ്ട് വ്യക്തിത്വങ്ങളെയും വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. ഒരാൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർമ്മങ്ങളും വാക്കുകളും മുഖേനയുള്ള ദുആകളിലൂടെ അവനിൽ നിന്ന് ശക്തിയും കഴിവും സഹായവും തേടുന്നവനാണ്. എന്നാൽ അവരൻ തൻ്റെ ഉപായങ്ങളിലും കഴിവിലും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ദുആയെ ഒരു തമാശയായി ഗണിക്കുന്നു. മറിച്ച് അള്ളാഹുവിൽ നിന്ന് നിരാശ്രിതനും അഹങ്കാരത്തിന്റെ അവസ്ഥയും പ്രകടിപ്പിക്കുന്നു. പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവൻ, അവനിൽ നിന്ന് അതിനുള്ള പരിഹാരം തേടുന്നവൻ, അവന്റെ ദുആയെ അതിന്റെ പാരമ്യത്തിൽ എത്തിക്കുകയാണെങ്കിൽ, അതായത് ദുആയെ അതിന്റെ പാരമ്യത്തിൽ എത്തിക്കുന്നതിനുള്ള നിബന്ധനകൾ പൂർത്തിയാക്കുകയാണെങ്കിൽ, അവൻ അള്ളാഹുവിൽ നിന്ന് സമാധാനവും യഥാർത്ഥ സന്തോഷവും പ്രാപിക്കുന്നതാണ്. അതിനെ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ അവൻ്റെ ഉദ്ദേശം അവന് പൂർത്തിയാകുന്നില്ലെങ്കിൽ കൂടി മറ്റു രീതിയിൽ അള്ളാഹുവിൽ നിന്ന് അവന് സമാധാനവും സംതൃപ്തിയും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പറയുന്നു, അവൻ ഒരിക്കലും തന്നെ പരാജയപ്പെടുന്നതല്ല. വിജയത്തോടൊപ്പം അവന് വിശ്വാസദാർഢ്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതും ദൃഢബോധ്യം വർദ്ധിക്കുന്നതുമാണ്. ഇനി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുക. നന്മയും തിന്മയുമുള്ള ആളുകൾക്കിടയിൽ ഈ വ്യത്യാസമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. നന്മയുള്ളവരെപ്പോഴും അള്ളാഹുവിനെ നന്മയുടെ സ്രോതസ്സായി മനസ്സിലാക്കുന്നു. എല്ലാ നന്മയുടെയും സ്രോതസ് അള്ളാഹുവിൻ്റെ അസ്തിത്വമാണെന്ന് തിരിച്ചറിയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ നിന്നാണ് ലഭ്യമാവുക എന്നും അവൻ മനസ്സിലാക്കുന്നു. അവനോട് കഴിവ് ചോദിക്കുന്നു. അവൻ തന്നെയാണ് യഥാർത്ഥ വിശ്വാസി. എന്നാൽ അഹങ്കാരിയായ ഒരാൾക്ക് ഇത്തരം ഒരവസ്ഥ ഉണ്ടാകുന്നതല്ല. അവൻ ഭൗതികമായ സാമഗ്രികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കരസ്ഥമാക്കാമെന്നും കരുതുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പിന്നെ അള്ളാഹു അത്തരം ഏതെങ്കിലും ഒരു സമയത്ത് അവനെ പിടികൂടുന്നു. നിവേദനത്തിൽ പറയുന്നു, ഏതെങ്കിലും ഒരു സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു: എൻ്റെ നാഥ, ഞങ്ങൾക്ക് നിന്റെ ഭയം നൽകണമേ, അത് ഞങ്ങൾക്കും തിന്മകൾക്കിടയിൽ തടസ്സമായി തീരണമേ. ഞങ്ങളിൽ നിന്ന് നിന്നോടുള്ള ധിക്കാരം വന്നു പോകരുതേ. ഞങ്ങൾക്ക് അനുസരണത്തിന്റെ സ്ഥാനം പ്രദാനം ചെയ്യണമേ. അത് മുഖേന ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ. ഭൗതികമായ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് എളുപ്പമായി തീരുന്ന വിധത്തിൽ നിന്നെ പറ്റിയുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. അള്ളാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട അള്ളാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ കഴിവുകളെയും ജീവിതം മുഴുവൻ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് നൽകണമേ. ഞങ്ങളെ അതിൻ്റെ നന്മകളുടെ അവകാശികളാക്കി തീർക്കണമേ. ഞങ്ങളോട് അക്രമം ചെയ്യുന്നവരോട് നീയും പകരം ചോദിക്കണമേ. ഞങ്ങളോട് ശത്രുത വെച്ചു പുലർത്തുന്നവർക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദീനിൽ ഏതെങ്കിലും രീതിയിലുള്ള പരീക്ഷണം വരുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ലോകത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയും ദുഃഖവും ആക്കരുതേ. ഈ ലോകത്തെ ഞങ്ങളുടെ ആത്യന്തികമായ അറിവിൻ്റെ സങ്കേതവും ആക്കരുതേ. അതായത് ഞങ്ങളുടെ അറിവ് ഈ ലോകത്ത് മാത്രം പരിമിതവും ഞങ്ങളുടെ ദുഃഖങ്ങൾ ഈ ലോകത്തിനു വേണ്ടി മാത്രമുള്ളതും ആക്കരുതേ. ഞങ്ങളോട് കരുണ ചെയ്യാത്തവരെ ഞങ്ങൾക്ക് മേൽ അധികാരസ്ഥരാക്കരുതേ. ചുരുക്കത്തിൽ ഈ ദുആ എപ്പോഴും ഓർമ്മ വയ്ക്കേണ്ടതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് എത്രമാത്രം വേദനയോടെയാണ് ഈ ദുആ ചെയ്തത്. വളരെ സമ്പൂർണമായ ഒരു ദുആയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിരിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാ കഴിവുകളും, നമ്മുടെ അവയവങ്ങളും, നമ്മുടെ കണ്ണും കാതും മൂക്കും നാക്കും മസ്തിഷ്കവും ഹൃദയവും എല്ലാത്തിലും അള്ളാഹു നന്മ നൽകുമാറാകട്ടെ. അള്ളാഹുവാണ് അതിൽ നന്മ നൽകുന്നത്. നമ്മുടെ ഓരോ അവയവവും അള്ളാഹുവിനോട് നന്ദിയുള്ളതായി തീരണം. നമ്മൾ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി തീരണം. അള്ളാഹു തന്നെ നമ്മളെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ലോകത്തുള്ള അവസ്ഥകൾ ചില സ്ഥലങ്ങളിൽ, പാകിസ്ഥാനിലും മറ്റു സ്ഥലങ്ങളിലും ബംഗ്ലാദേശിലും വേറെ പ്രദേശങ്ങളിലും രാഷ്ട്രങ്ങളിലും മറ്റും, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ വിവിധ സ്ഥലങ്ങളിലും വളരെ മോശമായ ഗ്രൂപ്പുകൾ അധികാരം പിടിച്ചിരിക്കുന്നു. അക്രമങ്ങൾ നടത്തുന്നു. ചില പാർട്ടികൾ അക്രമങ്ങൾ നടത്തുന്നു. ഈ ഗ്രൂപ്പുകളെ ഭരണകൂടങ്ങളും ഭയപ്പെടുന്നു. അവർ പറയുന്നത് അനുസരിക്കുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ഈ അക്രമകാരികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അവരോട് അവൻ തന്നെ പകരം ചോദിക്കുമാറാകട്ടെ. നമ്മളോട് ശത്രുത വെച്ചു പുലർത്തുന്നവർക്കെതിരെ അവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ റമദാനിൽ ദുആകൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഒരു വിപ്ലവം ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാനിലെ മൗലവിമാരാണെങ്കിലും ശക്തിയുള്ള ആളുകളാണെങ്കിലും, അതല്ല മറ്റേതെങ്കിലും സർക്കാരിൻ്റെ കഴിവുള്ള ആളുകളാണെങ്കിലും, അവർക്കൊന്നും തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള കോട്ടവും ഉണ്ടാക്കാൻ സാധ്യമല്ലെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് കുനിയുകയാണെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കുന്നതാണ്. സുഹൃത്തും വലിയുമാകുന്ന കടമ നിറവേറ്റുന്നതാണ്. ഹദ്റത്ത് മസീഹ് ഇസ്ലാം പറയുന്നു, അനുഗ്രഹങ്ങൾ സ്വായത്തമാക്കുന്നതിനുള്ള ഏറ്റവും സമീപസ്ഥമായ മാർഗം ദുആയാകുന്നു. പരിപക്വമായ ദുആയുടെ ചേരുവകൾ വേദനയും അസ്വസ്ഥതയും ആർദ്രതയുമാകുന്നു. അതിൽ വിനയവും അസ്വസ്ഥതയും ഉണ്ടായിരിക്കണം. ഒരു പരിഭ്രമാവസ്ഥ ഉണ്ടായിരിക്കണം. വേദനയും നുറുങ്ങിയ മനസ്സും വിനയവുമുള്ള ദുആകളാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആകർഷിക്കുന്നു. അത് സ്വീകരിക്കപ്പെടുകയും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടാതെ നേടിയെടുക്കാൻ സാധ്യമല്ല. പിന്നെ അതിനുള്ള പരിഹാരമാർഗവും ദുആ ചെയ്യുക തന്നെയാണ്. എത്രമാത്രം മനസ്സില്ലായ്മയാണെങ്കിലും താല്പര്യമില്ലായ്മയാണെങ്കിലും ശരി. എന്നാൽ ഇത് പൂർത്തിയാകുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ദുആയിൽ ആനന്ദമുണ്ടായാലും ഇല്ലെങ്കിലും, എനിക്ക് നീയല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നും ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല എന്നും എനിക്ക് വേറെ ആരുടെയെങ്കിലും അടുത്തു പോകാൻ സാധ്യമല്ല എന്നും ആയതിനാൽ ഞാൻ നിന്റെ അടുക്കൽ തന്നെ ഇരിക്കുകയാണെന്നും നീ എൻ്റെ ഈ കാര്യങ്ങൾ കേൾക്കാത്തത് കൊണ്ട് എൻ്റെ ഹൃദയം ഈ സമയത്തും അസ്വസ്ഥമാണെന്നും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ മഹാത്മാവ് പറയുന്നു, ഇനി പ്രകടനാത്മകമായ രീതിയിലാണെങ്കിലും ശരി, ഇങ്ങനെ നിങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു സമയം വരുമ്പോൾ ഈ പ്രകടനപരത മാറുകയും അത് യഥാർത്ഥ ദുആയുടെ രൂപം പ്രാപിക്കുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥ രീതിയിലുള്ള ദുആ ചെയ്യുന്നതിന് വേണ്ടിയും ദുആ തന്നെയാണ് ചെയ്യേണ്ടത്. പറയുന്നു, ദുആ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ഹൃദയം ഒരിക്കലും തൃപ്തിയാകുന്നില്ല, ഒന്നും നേടാൻ കഴിയുന്നില്ലെന്നും അവർ പറയുന്നു. ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെ ഉപദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മണ്ണ് അരിക്കുന്നതിൽ തന്നെയാണ് അനുഗ്രഹം. കാരണം എല്ലാ ലക്ഷ്യങ്ങളും ഇതിലൂടെ നേടാൻ കഴിയുന്നതാണ്. ലക്ഷ്യം കരസ്ഥമാകണമെങ്കിൽ, രത്നം കൈവരണമെങ്കിൽ അത് ഈ വഴിയിലൂടെയാണ്. സ്വർണമുണ്ടാക്കുന്ന ആളുകൾക്കറിയാം, അതായത് പരമ്പരാഗത രീതിയിൽ അത് ഉണ്ടാക്കുന്നവർക്കറിയാം. അവർ നദിക്കരയിലിരുന്ന് അരിപ്പിയിൽ മണ്ണ് അരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് കിലോ അല്ലെങ്കിൽ ഒരുപാട് വലിയ അളവിൽ അത് അരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അല്പം സ്വർണം, ഏതാനും ഗ്രാം സ്വർണം ലഭ്യമാകുന്നു. അതിലവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഒരുപാട് ദിവസങ്ങൾ അവർക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. ആയതിനാൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ സവിധത്തിൽ കുനിഞ്ഞുകൊണ്ടിരിക്കുക അനുഗ്രഹം ലഭ്യമാകുന്നതാണ്. പറയുന്നു, അവസാനം എല്ലാ ലക്ഷ്യങ്ങളും ഈ മാർഗത്തിലൂടെ കരഗതമാകുന്നതാണ്. ഒരു ദിവസം സംജാതമാകും. അന്ന് അവൻ്റെ ഹൃദയം അവൻ്റെ അധരവുമായി ഐക്യപ്പെടുന്നതാണ്. പിന്നെ സ്വയമേവ വിനയവും ആർദ്രതയും ദുആയുടെ ചേരുവകളും ഉടലെടുക്കുന്നതാണ്.
ആർദ്രത ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ്. പറയുന്നു, രാത്രി എഴുന്നേൽക്കുന്നവർ എത്ര മനസാന്നിധ്യമില്ലെങ്കിലും, ശ്രദ്ധയുണ്ടാകുന്നില്ലെങ്കിലും, അക്ഷമയാണെങ്കിലും, വേഗം വേഗം നമസ്കരിക്കുന്നവരാണെങ്കിലും, ആ അവസ്ഥയിൽ നാഥ, ഹൃദയം നിന്റെ നിയന്ത്രണത്തിലാകുന്നു, നിന്റെ കൈകളിലാകുന്നു എന്ന് ദുആ ചെയ്തുകൊണ്ട് ആ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ അള്ളാഹുവിനോട് വിശാലത തേടുകയാണെങ്കിൽ, അപ്പോൾ അവൻ ആ ഞെരുക്കത്തിൽ നിന്ന് വിശാലത നൽകുന്നതാണ്. അങ്ങനെ അതിൽ ശ്രദ്ധയുണ്ടാകാൻ തുടങ്ങുന്നതാണ്. ഹൃദയത്തിന്റെ തടസ്സങ്ങൾ അകലുന്നതാണ്. അതിൽ ആർദ്രത ഉണ്ടാകുന്നതാണ്. അതിൽ അസ്വസ്ഥതയുടെ അവസ്ഥ മാറി അത് വിശാലമാകുന്നതാണ്. ദുആ ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് ശ്രദ്ധയുണ്ടാകാൻ മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ നിന്ന് ദുആ നിർഗമിക്കാൻ തുടങ്ങുന്നതാണ്. തുടർന്ന് ആ മഹാത്മാവ് പറയുന്നു, ഈ സമയം തന്നെയാണ് സ്വീകാര്യതയുടെ സമയമായി പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അറിയുക, അത് സ്വീകാര്യതയുടെ സമയമാണ്. ആ സമയത്ത് ആത്മാവ് ദൈവിക സവിധത്തിൽ വെള്ളം പോലെ ഒഴുകുന്നതാണ്. ഒരു തുള്ളിയായി ചുവട്ടിലേക്ക് ഇറ്റിറ്റ് വീഴുന്നതാണ്. പിന്നെ അത്തരം അവസ്ഥയിൽ ആർദ്രത ഉണ്ടാകുന്നു. അതിലൊരാൾ സ്ഥായി ഭാവം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അള്ളാഹു ആർദ്രത ഉണ്ടാക്കുന്നതാണ്. തുടർന്ന് ദുആ സ്വീകാര്യതയും വെളിപ്പെട്ടു തുടങ്ങുന്നതാണ്. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, നാം ഏതൊരു അള്ളാഹുലേക്കാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ വളരെയേറെ അന്തസ്സുള്ളവനും കരുണാമയനും ലജ്ജയുള്ളവനും സത്യസന്ധനും വിനയാന്യതർക്കുമേൽ കരുണ ചിരിക്കുന്നവനുമാകുന്നു. ആയതിനാൽ നിങ്ങളും കൂറുള്ളവരായി തീരുക. നിങ്ങളും പരിപൂർണ സത്യസന്ധതയും കൂറോടും കൂടി ദുആ ചെയ്യുക. അവൻ നിങ്ങൾക്കുമേൽ കരുണ ചൊരിയുന്നതാണ്. ഭൗതികമായ ബഹളങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. സ്വാർത്ഥപരമായ വഴക്കുകൾക്ക് മതത്തിന്റെ വർണ്ണം നൽകാതിരിക്കുക. അള്ളാഹുവിനു വേണ്ടി പരാജയം സ്വീകരിക്കുക. നിങ്ങൾ പരാജയം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ വലിയ വിജയങ്ങൾക്ക് അവകാശികളായി തീരുന്നതാണ്. വീണ്ടും പറയുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം മാറി നിൽക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. സമസൃഷ്ടികളുടെ അവകാശങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടതും അനിവാര്യമാണ്. തൻ്റെ രക്തബന്ധങ്ങളിലേക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടതുമാണ്. തങ്ങളുടെ സുഹൃത്തുക്കളുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടുന്നതിലും ശ്രദ്ധയുണ്ടാകേണ്ടതായി വരും. അപ്പോഴാണ് അള്ളാഹുവിന്റെ കടമകൾ നിർവഹിക്കാൻ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. പിന്നെ ദുആകൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങളും അവന് കാണാൻ കഴിയുന്നതാണ്. ആ മഹാത്മാവ് പറയുന്നു, ദുആയുടെ ആദ്യത്തെ അനുഗ്രഹം എന്തെന്നാൽ മനുഷ്യനുള്ളിൽ പരിശുദ്ധമായ മാറ്റമുണ്ടാകുന്നു എന്നതാണ്. ഏറ്റവും അനിവാര്യമായ സംഗതി പരിശുദ്ധമായ മാറ്റമാണ്. കേവലം റമദാനിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ പോരാ, മറിച്ച് സ്ഥായിയായ മാറ്റങ്ങൾ ഉണ്ടാകണം. അപ്പോഴാണ് ദുആ സ്വീകാര്യതയുടെ പ്രഭാവങ്ങൾ മനുഷ്യനിൽ വെളിപ്പെടുകയുള്ളൂ. തുടർന്ന് പറയുന്നു, ഈ മാറ്റങ്ങൾ മുഖേന അള്ളാഹുവിന്റെ സിഫത്തുകളിൽ മാറ്റമുണ്ടാകുന്നു. അവന്റെ സിഫത്തുകൾ മാറ്റമില്ലാത്തതാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി അത് മറ്റൊരു തേജസ്സിൽ വെളിപ്പെടുന്നു. അള്ളാഹു അവന്റെ സിഫത്തുകൾ മാറ്റുന്നു എന്നല്ലവ, മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും സിഫത്തുകൾ അതിനെ കർമ്മപദത്തിലേക്ക് കൊണ്ടുവരുന്നു. മനുഷ്യനെ അതിന്റെ ഗുണഭോക്താവാക്കുന്നു. ഈ കാര്യങ്ങൾ ഭൗതിക ലോകത്തിന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ അവസ്ഥ മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ, അവൻ അള്ളാഹുവിൻ്റെതായി മാറുകയാണെങ്കിൽ, അവന് ദൈവത്തെ മറ്റൊരു ദൈവമായി അനുഭവപ്പെടുന്നതാണ്. വാസ്തവത്തിൽ വേറൊരു ദൈവമൊന്നുമില്ല, പക്ഷേ പുതിയ തേജസ്സോടുകൂടി അവനിൽ ദൈവം വെളിപ്പെടുന്നതാണ്. അപ്പോൾ ആ പ്രത്യേക പ്രഭാവത്തിന്റെ പ്രതാപത്തിൽ ഈ മാറ്റം വന്നതിന് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ അത് മറ്റാർക്കും വേണ്ടിയും ചെയ്യുന്നതല്ല. ഇതെല്ലാം വിധിയാണെന്നും അതൊക്കെ അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ എന്നും ദുആ കൊണ്ട് എന്ത് നേടാനാണെന്നും എങ്ങനെയാണ് ഇത് സ്വീകരിക്കപ്പെടുക എന്നും പറയുന്നവരുണ്ട്. പക്ഷേ ദുആ ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹു പറയുന്നു, സതുദ്ദേശത്തോടെ ദുആ ചെയ്യുകയാണെങ്കിൽ പിന്നെ അള്ളാഹു വിധിയെയും മാറ്റുന്നതാണ്. അള്ളാഹു തന്റെ തീരുമാനങ്ങൾ മാറ്റുന്നതാണ്. ദുരന്ത പര്യവസാനം ശുഭോദർക്കമായി മാറുന്നതാണ്. ചുരുക്കത്തിൽ ദുആകളിലേക്ക് ഒരുപാട് ശ്രദ്ധ തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ റമദാൻ അങ്ങനെ ദുആകളുടെ സ്വീകാര്യത റമദാനാക്കി മാറ്റുക.
തങ്ങൾക്കുള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന റമദാനാക്കി മാറ്റുക. പിന്നെ സ്ഥായിയായ പരിശുദ്ധ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അള്ളാഹു നമ്മെ ശത്രുക്കളിൽ നിന്നും, എല്ലാ എതിരാളികളിൽ നിന്നും, എല്ലാ ദ്രോഹികളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനെ നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള നിമിത്തമാക്കുമാറാകട്ടെ. പിന്നെ ഈ പരിശുദ്ധ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാകുമാറാകട്ടെ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. Alhamdulillah, alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.